أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار. أولئك أصحاب النار هم فيها خالدون. صدق الله العظيم. അൽ-ബഖറയിലെ 39 നമ്പർ ആയത്താണ്. ഇതിന് നേരെ മുമ്പ് പറഞ്ഞത് ദുനിയാവിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് എൻ്റെ സന്മാർഗം പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ ഭയപ്പെടുകയോ ആദിയോ ഭീതിയോ വേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ഉടനെ ആരാണ് ഭയപ്പെടേണ്ടത്, ആരാണ് യഥാർത്ഥ പരാജിതർ എന്നാണ് പറയുന്നത്. വല്ലദീന ഒരു വിഭാഗം, കഫറു അവർ സത്യം മറച്ചു വെച്ചിരിക്കുന്നു, വകദ്ദബൂ ബിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉലൈക ആ വിഭാഗമാണ് അസ്ഹാബുന്നാർ നരകത്തിന്റെ ആളുകൾ. ഹും അവർ ഫീഹാ അതിൽ ഖാലിദൂൻ ശാശ്വതമായി വസിക്കുന്നവരാണ്. ഇതാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്ന് പ്രധാനമായി ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നരകത്തിൽ ശാശ്വതീകത്വവാസമുള്ളത് കാഫിറിനും മുശ്രിക്കിനും മാത്രമാണ് എന്നാണ്. വിശ്വാസികളിൽ തമ്മാടികളുണ്ടാവും. അവർ എത്ര വലിയ തമ്മാടികളാണെങ്കിലും ശാശ്വതീകത്വവാസം അവർക്കില്ല, മുഹല്ലദല്ല. എന്നുമെന്നും വസിക്കുക എന്നത് അവർക്കുള്ളതല്ല. ഇത് കേട്ടാൽ എന്നാ പിന്നെ നടത്തുന്ന പരിപാടിയൊന്നും നിർത്തിവെക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ കഴിച്ചിലാവുമല്ലോ എന്ന് കരുതരുത്. കാരണം അവിടെ ഇനി ശാശ്വതീകത്വവാസം അല്ലെങ്കിലും ഓരോ തെറ്റുകൾക്കും അള്ളാഹു കണക്കാക്കി ശിക്ഷിക്കുന്ന കാലദൈർഘ്യം ഓർത്താൽ ആ വഴിക്ക് പോല. ഒരു നിസ്കാരം ഒരാള് സമയം തെറ്റിച്ചാൽ അതിന്റെ ശിക്ഷ അവിടുത്തെ 80 കൊല്ലാണ്, ഇവിടുത്തല്ല. അവിടുത്തെ 80 കൊല്ലം. ഒരു നിസ്കാരം 5 വക്തല്ല, ഒറ്റ നിസ്കാരം. ഒരാളിപ്പോ സുബഹി നിസ്കരിച്ചില്ല, വാങ്ക് കേട്ടുന്നിട്ട് ഉറങ്ങി, എന്നിട്ട് സൂര്യ ഉദിച്ചതിന് ശേഷം എണീച്ചാല് അതിന്റെ പേരിൽ നരകത്തിലിട്ടിട്ട് ശവായി ആക്കണത് അവിടുത്തെ 80 കൊല്ലാണ്, ഇവിടുത്തല്ല. അവിടുത്തെ 80 കൊല്ലം. അപ്പൊ എത്രയാണ് അതിൻ്റെ ദൈർഘ്യം? നിസ്കാരം കൊണ്ട് കളിച്ചാൽ ആദം നബി ഭൂമിക്ക് വന്നു പോയിട്ട് ആകെ 7000 കൊല്ലമായിട്ടുള്ളൂ. 12,000 കൊല്ലത്തിന്റെ മേലെ എങ്ങനെയല്ലോ ആവില്ല എന്റെ കണക്കില്. ചില ആളുകൾ 18 വരെ പറയുന്നുണ്ട്, എനിക്കാ വിശ്വാസമില്ല. ആകെ ദുനിയാവില് മനുഷ്യന്റെ ചരിത്രം 12,000 കൊല്ലമുള്ളൂ. ഒരു വക്ത നിസ്കാരം സമയം തെറ്റിച്ചാൽ അതിന്റെ പേരിൽ ഇവിടുത്തെ കാലം തന്നെ കണക്കൂട്ടിയാൽ അവിടെ ഇട്ട് ശിക്ഷിക്കുന്നത് 80 കൊല്ലം. അപ്പൊ 5 വക്ത നിസ്കാരം ആ 80 കൊല്ലം ഇവിടുത്തല്ലോ ഇതിക്ക് ചേർക്കുകയാണെങ്കിൽ 12,000 മേലായും ചെയ്ത്. അപ്പോ എന്നൊന്നും കെടുക്കൂലല്ലോ. അതൊന്നും ഇങ്ങോട്ട് പൊള്ളിച്ച് കാണാണ്ട് കയറ്റൊന്നും ആരും കരുതണ്ട. അങ്ങനെ ഒരു പൊള്ളിക്കലൊന്നും അല്ല. എന്താണ് അതിന് നരകം? എന്താ നരകം? നമ്മൾ ഓർക്കാനാണല്ലോ അള്ളാഹു തആല നമ്മളെ തീയുമായിട്ട് ഇടക്കിടക്ക് ഇടപെടുത്തുന്നത്. ദമ്മുൽ ഹവ എന്നുള്ളൊരു കിതാബുണ്ട്, ദമ്മുൽ ഹവ. അത് ഇത് പറയാനായിട്ട് ഉണ്ടാക്കിയതാ. ഇബ്നുൽ ജൗസിയുടെ കിതാബാണ്, എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വളരെ അധ്വാനിച്ച് യാത്ര ചെയ്തിട്ട് ആ കിതാബുള്ള സ്ഥലത്ത് പോയിട്ട് വാങ്ങിയതാ. എല്ലായിടത്തും കിട്ടുന്ന കിതാബല്ല, എൻ്റെ ലൈബ്രറിയിലുണ്ട്. ദമ്മുൽ ഹവ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കിതാബാണ്. ഇത് പറയാനായിട്ട് ഉണ്ടാക്കിയതാ. അവരതില് പറയുന്നുണ്ട്, തീയുമായിട്ട് മനുഷ്യൻ എന്തിനാണ് അള്ളാഹു തആല ഇടപെടുത്തുന്നത്? തിന്നാൻ തീയുവാണോ?
ഡയറക്റ്റ് ആണ്ട് തിന്നൂടെ? ഇപ്പൊ പോത്തിറച്ചും മറ്റേ ബീഫും ചിക്കനും കുട്ടനും മട്ടനൊക്കെ തീയില്ലാതെ തിന്നാണെങ്കിൽ പൈസക്കും ലാഭമാണ്, ഫ്രഷ് സാധനമാവും ചെയ്യും. കാട്ടിൽ മൃഗങ്ങളൊക്കെ അങ്ങനെയല്ല. ഇന്നലെ അവിടെ അടുപ്പുണ്ടോ? കാട്ടിൽ അടുപ്പുണ്ടോ? നമ്മളെക്കാളും തിന്നണ മൃഗങ്ങൾ അവിടെ ഇല്ലേ? എന്താ അവർക്കൊന്നും തീയിന്റെ ആവശ്യമില്ലാത്ത? അവർ ഡയറക്റ്റ് ആണ്ട് ഫ്രഷ് സാധനം തിന്നലാണ്. അതിൽ മല്യ മസാലയൊന്നും കൂട്ടലില്ല. നീ കടലിക്ക് പോയാലോ അവിടെ തീയുണ്ടോ? മത്സ്യങ്ങളൊക്കെ നല്ലോണം തിന്നുന്നില്ലേ? മനുഷ്യന് കിട്ടിയാത്തന്നെ തിന്നുന്ന മത്സ്യങ്ങളില്ലേ? അതെന്താ വേവിച്ചിട്ടാണോ തിന്നുന്നത്? പൊരിക്കുന്നുണ്ടോ, വറക്കുണ്ടോ, ഷവായി ആക്കുണ്ടോ, മസാല തേക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മള് നാട്ടിൽ പാർക്കണേ നമ്മൾ ചിന്തിക്കണം, എന്താ ഈ നാട്ടിൽ മാത്രം തീ വരാൻ കാരണം? അതിനാണ് മനുഷ്യൻ അല്ലാഹു തആല തലച്ചോറ് എന്നത്. എല്ലാം നോമ്പൊറുക്കുമ്പോ എന്തൊക്കെ വാങ്ങാൻ ചിന്തിക്കാനല്ല, അള്ളാഹ് തലച്ചോറെന്ന് ഇതൊക്കെ ചിന്തിക്കാനാ. എന്താ ഇപ്പൊ കാട്ടില് തീയില്ല, കടലിലും തീയില്ല, തീ എവിടെ ഉള്ളത്? നാട്ടിൽ മാത്രം. അതെന്താ അങ്ങനെ? കടലിലും തീയില്ല, കാട്ടിലും തീയില്ല. ഓലൊക്കെ കിട്ടിയത് അങ്ങനെ മുണുങ്ങുക. ഞമ്മക്ക് അങ്ങനെ ഒന്നുമല്ല. അത് തീയുമിട്ട് വാട്ടണം, പൊരിക്കണം. എന്താ ഇതിങ്ങനെ ഞമ്മളെ മാത്രം അല്ലങ്ങനെ ഈ തീയേറ്റ് ഇടപെടുത്തുന്നു? അതിന് നമ്മൾ പോയാലും ഒന്നുമില്ലെങ്കിൽ ആ ഗ്യാസിന്റെ പൈസ പറഞ്ഞിട്ടൂലേ അല്ലേ? പക്ഷെ നമ്മൾ അല്ലാഹു തആല തിന്നണമെങ്കിൽ തീയ്. ദമ്മുൽ ഹവയില് ബഹുമാനപ്പെട്ടവർ പറയണം, അതിന് കാരണം എന്താ അറിയോ? ഈ തീയുമായിട്ട് ഇടക്ക് ഇങ്ങനെ ഇടപെട്ടിട്ട് ആ തീ ഓർക്കാനാണ്, വേറെ ഒന്നിനല്ല. അവിടെയാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്, ഇന്ന് വരെ തീയുമായിട്ട് ഇടപെട്ടിട്ട് ആഖിറത്തിലെ തീ ആരെങ്കിലും ഓർത്തുകണം? ഇല്ലേ? ഇന്ന് നാളെ മുതൽ ഓർക്കണം. അല്ലെങ്കിൽ ഇനി കുറച്ച് ചൂടുവെള്ളം ഇതിൽ ഒഴിച്ചാലും വേണ്ടിയില്ല, എന്നിട്ടെങ്കിലും ഓർക്കണം. ഓർമ്മയല്ലോ. ഞാൻ ഈ ഉദ്ധരിച്ച ആയത്തിന്റെ ചുവട്ടില് റൂഹുൽ ബയാൻ എന്ന കിതാബില്, ഞാൻ ഇപ്പൊ ചില സമയത്ത് കിതാബുകൾ ഇങ്ങനെ പറയാൻ കാരണം ഒരു കാരണം ഉണ്ടെന്ന് അറിയോ? നിങ്ങളിങ്ങനെ എന്തിക്കും, എന്താ ഇപ്പം കിതാബും പേജൊക്കെ ഇപ്പം ഇങ്ങനെ 2-3 ദിവസം മുമ്പ് ഇങ്ങനെ അടിച്ചു വിടണം? അതിന് വേറെ കാരണമാണ്. എന്താ വെച്ചാൽ എനിക്കൊരു എളുപ്പത്തിനാണ്. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് ഉസ്താദ്മാര് കേൾക്കണ്ട. അൽഹംദുലില്ലാ, ഒരുപാട് ഉസ്താദ്മാര്, ഒരുപാട്. എന്നാളിപ്പോ ഈ അഷ്റഫിനോട് തന്നെ അയാൾ എന്താ ദ്വീപിലേറ്റ വാതിനായപ്പോ ദ്വീപില്, അപ്പൊ അവിടെ മൂപ്പര് ഫ്ലാറ്റിന്റെ മേലെ കിടക്കുക ഇയാളെ. അപ്പൊ അടിയിൽ ദ്വീപിലുണ്ടായാലും ഇവിടുത്തെ സുബീന്റെ ക്ലാസ് കേൾക്കണം ഇയാളെ കൊണ്ടയാള്. ദ്വീപില് മാത്രമല്ല പലരും കേൾക്കണ്ട. അപ്പൊ ഉസ്താദ്മാരിങ്ങനെ വിളിച്ചു ചോദിക്കും, ആ വിഷയം എഴുതിയിട്ടാവില്ല, ആ വിഷയം എഴുതിയിട്ടാവില്ല. ഞാനാണെങ്കിൽ ചിലപ്പം മയങ്ങണിക്കാരം. അപ്പൊ ഇത് കിതാബ് എന്നാണ്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ വിളിച്ചു ചോദിക്കലുണ്ടാവില്ലല്ലോ. അതിനാണ് കിതാബ് പറയുന്നത് കേട്ടോ, വേറെ ഒന്നിനല്ല. അപ്പൊ ഈ ആയത്തിന്റെ തഫ്സീർ റൂഹുൽ ബയാൻ എന്ന കിതാബില് ഇസ്മായിൽ അക്കി എന്ന പണ്ഡിതൻ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. മാലിക് ദീനാർ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കുട്ടിനെ കണ്ടു. ആ കുട്ടി മണ്ണിൽ ഇങ്ങനെ കളിക്കുകയാണ്. മണ്ണിനിങ്ങനെ കളിക്കുമ്പോൾ കുട്ടി മണ്ണിങ്ങനെ ഓടിച്ചിട്ട് കരയും, ചിലപ്പം ചിരിക്കും, ചിലപ്പം കരയും, ചിലപ്പം ചിരിക്കും. മാലിക് ദീനാർ എന്താ ഈ കുട്ടി ഇങ്ങനെ മണ്ണ് കിടന്ന് ഉരുളനുണ്ട്, മണ്ണിൽ നോക്കി ചിരിക്കണും കരയണുണ്ട്, എന്താ? ചെറിയ പയ്യനാ. മാലിക് ദീനാർ സലാം അടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ മാലിക് ദീനാർ തോന്നി, കുട്ടിയല്ലേ സലാം പറയണ്ടെന്ന്, മനുഷ്യനല്ലേ, എനിക്ക് തോന്നുമല്ലോ, ആ കുട്ടിയല്ലേ സലാം പറയണ്ട. പിന്നെയും തോന്നിയാ പറ്റില്ല, ആ കുട്ടി ഇങ്ങനെ ചിരിക്കുക കരയ, ഇതൊന്നും അറിയണം. അത് അറിയാൻ വേണ്ടി പോകുമ്പോ പിന്നെ ഏതായാലും സലാം പറയല്ലോ. അടുത്ത് പോയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. കുട്ടി തിരിച്ചടിച്ച് വലൈക്കും അസ്സലാം യാ മാലിക് ദീനാർ എന്ന് പറഞ്ഞു. മുട്ട കുട്ടിയല്ലത്. ഇതാണെങ്കിൽ ആദ്യം കാണുവാണ്. മാലിക് ദീനാർ വെച്ച്, എന്റെ പേര് എനിക്ക് അങ്ങനെ മനസ്സിലായിന്ന് വെച്ച്, നിങ്ങളിപ്പോ എൻ്റെ അടുത്തേക്ക് വരാൻ തോന്നിയതേ നമ്മൾ ആലമുൽ അർവാന്ന് ഒരുമിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് അന്ന് നിങ്ങളെ പരിചയപ്പെട്ട ഞാൻ മറന്നിട്ടില്ല. അങ്ങനെ ചില കുട്ടികളുണ്ടോ? അള്ളാന്റെ പണിയാണ്, കുട്ടിന്റെ കഴിവല്ല, അള്ളാന്റെ പണിയാണ്. അള്ളാണ്ട് പൊന്തിച്ചാൽ നമ്മൾ കേട്ടുന്നു. അപ്പൊ മാലിക് ദീനാർ ഇങ്ങനെ വെച്ച്, എന്താ ഈ മണ്ണ് കിടന്നിട്ട് ഇങ്ങനെ ഇതിന്നല്ലേ നിങ്ങളും ഞാനും ഉണ്ടായത്? അത് കയ്യിലൊക്കെ പിടിക്കണ്ടേ? ഇതിനാ മനുഷ്യ നിങ്ങളും വന്നത് ഞാനും വന്നത്. ഇത് ഞങ്ങൾ എഴുതിയത് മണ്ണ് നിസാരാ? ഇതിനല്ല നിങ്ങൾ പോകുന്നത്, ഞാനും പോകുന്നത്. ഇനി എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? മാലിക് ദീനാറിന് കുറെ കാലമായിട്ട് സംശയമുണ്ട്, അക്കലും നഫ്സും തമ്മിൽ ഡിഫറൻസ്. അക്കല് നഫ്സ് എന്താ തമ്മിലുള്ള മാറ്റം? അപ്പൊ ഈ കുട്ടി പുടുത്തം വിട്ട കുട്ടിയാന്ന് മനസ്സിലായപ്പോ ഒറ്റ ചോദ്യം, ഈ അക്കലും നഫ്സും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ കുട്ടി ഉടനെ പറഞ്ഞേ, നിങ്ങൾക്ക് ആദ്യം എന്നോട് സലാം പറയണ്ടെന്ന് തോന്നിയില്ലേ, അതിന്റെ പേരാണ് നഫ്സ് എന്ന്. പിന്നെ സലാം പറയണം തോന്നിയില്ലേ, അതിന്റെ പേരാണ് അക്കല് എന്ന് പറഞ്ഞു. ഒട്ടിയാണ്ട് കരഞ്ഞു. കുട്ടി കൊടുത്ത മുട്ട കുട്ടിയാണ്. അപ്പൊ മാലിക് ദീനാർ ചോദിച്ചു,
കരയുന്നുണ്ട്, ചിരിക്കണുണ്ട്. പിന്നെ ഇജിന്നൊന്നല്ല നിങ്ങൾ എന്നുള്ള പോസ്റ്റൊക്കെയായി. എന്താ നിങ്ങൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കരയുന്നുണ്ട്, ചിരിക്കണുണ്ട്. അപ്പൊ കുട്ടി പറഞ്ഞത് ഈ ആയത്താ, ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് എന്തിക്കും എനിക്ക് ഇന്നലത്തെ ആയത്താണ്, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആയത്താ. ഇന്നലെ ജിബ്രീൽ അലൈഹി സ്വലാം എനിക്ക് കൊണ്ടുവന്ന ആയത്താന്നുള്ള അർത്ഥമല്ല കേട്ടോ, ഇന്നലെ നമ്മൾ ചർച്ചക്ക് എടുത്ത ആയത്താണ്. ആ ആയത്തോട്ട് കുട്ടി അറിയും അള്ളാന്റെ സന്മാർഗം പിൻപറ്റുവാന് പേടിയില്ല, ടെൻഷനും ഇല്ല, അറിയില്ലേ? അപ്പൊ അത് സ്വർഗം ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അത് ചിന്തിക്കുമ്പോ എനിക്ക് ചിരിയരാണെന്ന് അറിയാം. പിന്നെ എന്തിനാ കാര്യമാണ്? അത് ഇന്നിപ്പോ ഉദ്ധരിച്ച ആയത്താണ്. വല്ലദീന കഫറൂ വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ആ നരകമോർത്തുകൊണ്ട് ഞാൻ കരയുകയാണ്. കാരണം എവിടക്കാ പോവാന്നറിയില്ലല്ലോ. ജന്നത്ത് ഓർത്തിട്ട് ഞാൻ ചിരിക്കാണ്, ഞാറോർത്തിട്ട് ഞാൻ കരയാണ് എന്ന് പറഞ്ഞു. പിന്നെ മാലിക് ദിനാർ തിരിച്ചു പോകുമ്പോ വന്ന ആളല്ല, വേറെ ആളായിട്ടാണ് പോണത്. കാരണം കിട്ടാളൊക്കെ അങ്ങോട്ട് കിട്ടി. ചിലപ്പം കുട്ടിൻ്റെ ആയിരിക്കും കിട്ടുക. അഹമ്മദ് അൽ കബീർ ഇഫായ് ഒരിക്കലും ഇങ്ങനെ നടക്കുക, ഇതേപോലെ ചെറിയ കുട്ടിനെ കണ്ട്. കുട്ടിയാണ് ഇതേപോലെ ഓരോ ദിവസങ്ങളൊക്കെ കുട്ടിയ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു. കുട്ടി വലൈക്കും അസ്സലാം. പിന്നെ വെച്ച് മൻ അബൂക്കാണ്, എൻ്റെ വാപ്പാരാന്ന് ചോദിച്ചത്. ഇബിനുമൻ എന്താന്ന്, ജാര മോനാണ്. കുട്ടി വെച്ച് തന്തേ എൻ്റെ വാപ്പാന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ആ സമയത്ത് സുബ്ഹാനല്ലാഹ് പറഞ്ഞോണ്ട് ചോദിച്ചു. കുട്ടി വേറെ ലെവല. എൻ്റെ വാപ്പാന്റെ പേര് പഠിച്ചിട്ട് നിങ്ങൾക്ക് ദുനിയാവിൽ എന്ത് കാര്യമുള്ളത്? ആ ചോദിച്ച സമയത്ത് നിങ്ങൾക്കൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഏടില്ലെന്ന് അറിയില്ലെന്ന് വെച്ച് 40 കൊല്ലം പിന്നെ മുണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊന്നും പറയില്ല എന്ന് പേടിയാണ് കൽബ് കയറി. ഈ കുട്ടനെ കൊണ്ട് അള്ളാഹ് പേടിപ്പിച്ചതാ. അടച്ചാനെ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. അള്ളാഹു താല അവരൊന്ന് കൽബ് മാറ്റാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞേക്കും. ചിലപ്പോൾ ഇത് മലക്കുകളും ആവും, അങ്ങനെയുണ്ട്. ഇപ്പം ഇബ്രാഹിം നബി എന്താ വലിയ രാജാവല്ലായിരുന്നു. രാജാവ് എന്ന് പറഞ്ഞാൽ 18 രാജ്യങ്ങൾ ഭരിച്ച ആളാന്നല്ലേ ഇബ്രാഹിം നബിനെ കുറിച്ച് പറയണേ. 18. ഞാൻ അദ്ദേഹത്തിന്റെ കബറിന്റെ അടുത്ത് പോയിട്ടുണ്ട്, പറയപ്പെടുന്ന സ്ഥലത്ത്. 18 രാജ്യങ്ങളെ ഭരിച്ച ആളല്ലേ. ഇങ്ങനെ ഒരാളെ കണ്ടതാ പ്രധാനമായിട്ട്. പല അഭിപ്രായങ്ങളിലും അഭിപ്രായതാണ്. ഇബ്രാഹിം നബിന്റെ തലയിൽ ഇങ്ങനെ അള്ള വരാൻ തുടങ്ങിക്കണം. എന്നാലും കൊട്ടാരത്തിന് പിടുത്തം വിട്ടില്ല, അതിൽ തന്നെയുള്ള രാജാവുമാണ്. അപ്പൊ മട്ടുപ്പാവിൽ ഇങ്ങനെ ഇരിക്കുക, കാറ്റും കൊണ്ടിട്ട്. അപ്പോണ്ട് ഒരാൾ വന്നിട്ട്, ഒരു യാചകനാണ്. ആ യാചകന് ഗേറ്റ്മാനൊക്കെ തട്ടി മാറ്റി, ഗേറ്റിങ്ങിലുള്ള പാറാവരൊക്കെ തട്ടി പോണം. ഇബ്രാഹിം ഇങ്ങനെ കാണുക, ആരത് മെല്ലിച്ച ഒരാള്. എന്റെ ഒട്ടക എവിടെ? എന്റെ ഒട്ടക എവിടെ? ഒട്ടകം തരെയാണ് കൊട്ടാരത്തില്. മൂപ്പര ഒട്ടക എവിടെ തരണ്? ഇബ്രാഹിം നബിന്റെ കൊട്ടാരത്തില്. ഇബ്രാഹിം നബി പറഞ്ഞു, എന്തേ നിങ്ങൾ അവിടെ ഉണ്ടോ? ഞാൻ എന്റെ ഒട്ടകം പോയിക്കണം, അതിനെ തരികയാണെന്ന് പറഞ്ഞു. എന്റെ ഒട്ടകം എന്റെ കൊട്ടാരത്തില. കൊട്ടാരത്തിൽ വന്നിട്ടാ ഒട്ടകത്തിന്റെ തരയില്, അതിന് വേറെ സ്ഥലത്ത് പോടോ. അപ്പൊ ഇയാള് തിരിച്ചടിച്ചു, ഒട്ടകം കൊട്ടാരത്തിൽ ഉണ്ടാവില്ലെങ്കിലേ ഈ കൊട്ടാരത്തിൽ നിന്നിട്ട് അള്ളാനെ തരാൻ നിൽക്കണ്ട. അത് ശരി, എന്റെ ഒട്ടകങ്ങളെ കൊട്ടാരത്തിൽ ഉണ്ടാവില്ല, എന്നിട്ട് നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ നിന്നിട്ട് അള്ളാനെ കിട്ടും വേണം അല്ലേ? അപ്പൊ ഇത് മലക്കാവാന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി വരിക. കാരണം അള്ള തലയിൽ കയറിക്കണ കൊട്ടാരം പിടുത്തം വിട്ടിട്ടില്ല. 2-3 അനുഭവങ്ങൾ അടിച്ചാണ്ട് കയറിയപ്പോളേ കൊട്ടാരത്തിന് കണ്ട് ഇറങ്ങി ഒരു കീറക്കുപ്പായണ്ടിട്ട്. ബലഖീലേ ഇബ്രാഹിം അത് 18 രാജ്യം വിട്ടവർ കരിമ്പടം പുതച്ചിടുന്നേ. കരിമ്പടം പൊതിച്ച് 18 രാജ്യങ്ങളും വലിച്ചെറിഞ്ഞ് കാട്ടുകാണ്ട് കയറിയതാ. തിരിച്ചു വന്നത് വേറെ ആളായിട്ടാണ്. നമ്മള് കാട്ടു കയറാൻ വേണ്ടി പറയല്ല, ഞങ്ങളെ അർത്ഥം വെക്കും വേണ്ട, അതൊക്കെ വേറെ രീതിയാണ്. നമ്മളെ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണ്. അതിൻ്റെ തിരികൊളുത്തുന്ന ചാലകശക്തിയാണ് ഈ ആയത്ത്. വല്ലദീന. എന്തിനാണ് മഹാന്മാർ ഇത്തരം സംഭവങ്ങൾ ഈ ആയത്തിന്റെ ചുവട്ടിൽ എഴുതി വെക്കുന്നത്? ഇതിന്റെ ഡയറക്റ്റ് തഫ്സീർ അല്ല ഇത്. ഇപ്പൊ മാലിക് ദിനാൻ ആ സംഭവമൊക്കെ ഈ ആയത്തിന്റെ തഫ്സീറിലാണ് റൂഹുൽ ബയാനിലുള്ളത്. ഇത് ഇതിന്റെ ഡയറക്റ്റ് തഫ്സീർ അല്ല.
പിന്നെന്താ, ഇത്തരം സംഭവങ്ങൾ മനുഷ്യന്റെ തലയിൽ കയറിയാൽ മാറ്റം ഉറപ്പാണ്. അതുകൊണ്ടാണത്. വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും. എന്താണ് ഈ ശാശ്വതം എന്ന് പറഞ്ഞ ഗസാലി ഇമാമിന് അതിനൊരു വിശദീകരണം ഉണ്ട്. ഈ ഖുലൂദ് എന്താന്നുള്ളത് ഞാൻ നിർത്തി. ഖുലൂദ് എന്താന്നുള്ളതിന് ഗസാലി ഇമാമിന് ഒരു വിശദീകരണം ഉണ്ട്. ആ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഭാവനക്ക് തലച്ചോറ് 2 മിനിറ്റ് ഒന്ന് തുറന്നു വെക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. റെഡിയല്ലേ? ഗസാലിമ അതിങ്ങനെ പറഞ്ഞു തരികയാണ്. ഈ ഭൂമിയിൽ ഒറ്റ മരങ്ങളില്ല എന്ന് സങ്കല്പിച്ചോളി. സങ്കല്പിച്ചോളി, ഒന്നുമില്ല. പക്ഷേ ഭൂമി മുട്ട ആകാശം വരെ നിറയെ പുഴുക്കള്. സങ്കല്പിച്ചോ? അതെ, ഞാൻ വെറുതെ ഇങ്ങനെ ഐറാനായിട്ട് പറയാണോ? നിങ്ങൾ സങ്കല്പിക്കണ്ടോ? മരങ്ങളൊക്കെ പോണം, ഇവിടെ ഫുള്ള് ആകാശം മുട്ട എന്തേ ഉള്ളൂ? പുഴുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പക്ഷി ഇങ്ങോട്ട് പാറി വന്നു, ഇതിന്നൊരു പുഴുവിനെ കൊത്തിയെടുത്തു പോയി. എന്നിട്ട് 1,00,000 കൊല്ലം കഴിഞ്ഞിട്ട് പാറി രണ്ടാമത്തെ പുഴുവിനും കൊത്തിയെടുത്ത് പോയി. 1,00,000 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വന്ന് 3ാമത്തെ പുഴുവിനും കൊത്തിയെടുത്ത് പോയി. ഇങ്ങനെ ആകുമ്പോ പുഴുക്കൾ തീരുവോ? തീരുവോ? അന്ന തീരുവില്ലെങ്കിൽ അതിന്റെ മേലെയാണ് ഖുലൂദ്. ഇത് തീരൂലെങ്കിൽ അത് അതിനേക്കാളും തീരൂലെന്ന്. അതാണ് ഖുലൂദ്. അത്രയും കൊല്ലം കിടക്കണം എന്ന് പറഞ്ഞാൽ തീരാത്ത കൊല്ലം കിടക്കണോ? അതാണ് ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وعلى أصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين.